സുസുക്കി ആക്സസിൻ്റെ പുതിയ മോഡൽ നമ്മൾ ഒരു മാസം മുന്നേ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് ബുക്ക് ചെയ്തതാണ്. ഇന്നാണ് അതിൻ്റെ ഡെലിവറി. ഈ പഴയ വണ്ടി തമ്മിൽ എന്താണ് മാറ്റങ്ങൾ? കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസം 8 ദിവസമായി നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട്. 4 വേരിയൻറ്റുകളായിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മൾ വാങ്ങണ വണ്ടി സ്പെഷ്യൽ എഡിഷനാണ്. അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി ഡിലേ ആണ്, ഇത് കിട്ടാൻ ടൈം എടുക്കും, അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി. അവരങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചപ്പോൾ നമുക്കും അത് തന്നെ മതി എന്നുള്ളൊരു വാശി നമുക്കും വന്നു. നിലമ്പൂർ സുപ്ര സുസുക്കിയിലാണ് നമ്മളത് ബുക്ക് ചെയ്തിട്ടുള്ളത്. പുതിയ വണ്ടിക്ക് ഇതുപോലത്തെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനാണ് കരുതിയത്. 2024 ലാസ്റ്റ് മോഡലൊക്കെ ലൈറ്റ് യൂസ് വൃത്തിയില്ലത് നോക്കി എടുക്കാമെന്നാണ് കരുതിയത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞതിന് പുതിയ മോഡൽ അത്ര പോരാ, പഴയ മോഡൽ തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഷോപ്പിലൊക്കെ കുറേ പോയി അന്വേഷിച്ചു. അവിടെയൊക്കെ പോകുമ്പോൾ വണ്ടികളൊന്നും അത്ര വൃത്തിയില്ല, പക്ഷെ വിലക്കൊരു മാറ്റമില്ല. 2024 ആക്സസിനൊക്കെ കറക്റ്റ് 1 ലക്ഷം റുപ്യാണ് അവർ ഫൈനലി പറഞ്ഞ പ്രൈസ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് ഉപേക്ഷിച്ചു. ഇപ്പോഴാണെങ്കിൽ GST കുറഞ്ഞതുകൊണ്ട് പുതിയ മോഡലിന് വില കമ്മിയാണ്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും പുതിയ വണ്ടി എടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അവസാനം നിലമ്പൂരിലെ സുപ്ര സുസുക്കിയിൽ പോയി നമ്മൾ വണ്ടി അന്വേഷിച്ച് അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. മാറ്റങ്ങളെ പെട്ടെന്ന് അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഴയതാണ് നല്ലതെന്ന് എപ്പോഴും പറയുന്നത്. കമ്പനികൾ പഴയ വണ്ടീൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ടാണ് പുതിയ വണ്ടികൾ ഇറക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ലത് പുതിയതാണ്. ആളുകൾ പുതിയ വണ്ടിയിലേക്ക് മാറുമ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പഴയ വണ്ടികൾക്ക് വില കുത്തനെ ഇടിയും. അതുകൊണ്ട് ഈ നെഗറ്റീവ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നിലമ്പൂർ കാളിയാവ് റോഡാണ്. ഒരു 2.5 വർഷത്തോളമായിട്ട് നമ്മൾ ഈ റോഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല. നിലമ്പൂർ റെയിൽവേ അണ്ടർപാസിൻ്റെ പണി നടക്കുന്നതിനാൽ 2.5 വർഷത്തോളമായിട്ട് ഈ റോഡ് അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളത് തുറന്നിട്ടുള്ളത്. അണ്ടർപാസ് തുറക്കുന്നതിന് മുന്നേ നിലമ്പൂർക്ക് ഏത് വഴിയിൽ പോകുന്നില്ല ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. 2 വഴിയാണുള്ളത്, രണ്ടും ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ട് വേണം നിലമ്പൂർക്ക് എത്താൻ. അതുകൊണ്ട് നിലമ്പൂർക്കുള്ള യാത്ര തന്നെ പരമാവധി കുറച്ചിരുന്നു. ഇപ്പോൾ പിന്നെ അത് തുറന്നതുകൊണ്ട് നിലമ്പൂർക്കുള്ള യാത്ര വളരെ സുഖമായി. റോഡൊക്കെ അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് നിലമ്പൂർ എത്താൻ കഴിയും. 6 മാസം കൊണ്ട് പണി തീർക്കും പറഞ്ഞുകൊണ്ട് അടച്ചിട്ട റോഡാണ്. അത് അവസാനം 2.5 കൊല്ലത്തോളം എടുത്തു. ശരിക്കും നിലമ്പൂർ ഒരു അണ്ടർപാസ് ഇല്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളെ വാണിയമ്പലത്താണ് ഒരു അണ്ടർപാസ് നിർബന്ധമായിട്ട് വരുന്നത്. അവിടെ ഒരു ഗേറ്റ് അടവ് ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ആ ബ്ലോക്ക് കിടക്കണം. നമ്മൾ എന്ന് അർജൻറ്റ് പോവുകയാണെങ്കിലും നമ്മളവിടെ ആ ഗേറ്റ് അടവിൽ പെട്ടിരിക്കും. നമ്മളെ മുന്നിൽ കാണുന്ന ആ കെട്ടിടമുണ്ടോ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേൻ്റെ അവസാന സ്റ്റേഷനാണത്. അങ്ങനെ നമ്മൾ നിലമ്പൂരെത്തി, നിലമ്പൂർ ഷോപ്പിലെത്തി. നമ്മളെ ഗ്യാങ്ങുകളൊക്കെ ഒപ്പം പോകുന്നു കേട്ടോ. അവർക്ക് വണ്ടി ഡെലിവറി ഒന്നുമല്ല, അവർക്ക് ട്രിപ്പ് മോഡും നമ്മൾ വണ്ടി എടുക്കാനാണ് പോകുന്നത്. ഷോപ്പിൽ വണ്ടി ഡെലിവറിക്കായിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ തിരഞ്ഞെടുത്ത കളറാണിത്, പച്ചയും ക്രീമും പാടെ കൂടിയൊരു കളറ്. ഇപ്പോൾ ഷോപ്പിൽ ആകെ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റുള്ള വണ്ടികളൊന്നും ഇവിടെ ഇല്ല. അതിനൊരു കാരണമുണ്ട്. വണ്ടിയൊക്കെ അവൻ സ്റ്റാർട്ടാക്കി കാണിച്ചു തന്നു. നല്ല സ്മൂത്താണ് സ്റ്റാർട്ടിങ് ഒക്കെ. അപ്പോൾ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അവരെന്നെ നമുക്ക് പറഞ്ഞു തരും. പഴയ വണ്ടിയിൽ നമുക്ക് മാറ്റങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കംപ്ലൈൻറ്റ് തന്നെയാണ് ഫസ്റ്റ്. അത് പഴയ വണ്ടിയൊക്കെ 2 വേ ക്ലച്ചാണ്, അത് മാറ്റിയാണ്ട് ഇപ്പോൾ 1 വേ ക്ലച്ചാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അതിൽ ഫ്രണ്ടിൽ പോക്കറ്റ് 2 സൈഡ് പോക്കറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ, ആ സെൽഫ് മോട്ടർ തിരിയണ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ആ സൗണ്ട്, അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. സാഡ് ലൈറ്റ് 4 ഇൻഡിക്കേറ്റർ ലൈറ്റ്, ഹെഡ് ലൈറ്റിൽ പാസ് ലൈറ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട്, 5-6 മാറ്റങ്ങൾ വന്നു. അതെ, ഡിക്കി സ്പേസിൽ മാറ്റം വന്നു. വണ്ടിയൊക്കെ ഒന്ന് നമ്മൾ പരിശോധിച്ചു. അടുത്തത് താക്കോല് ഏറ്റുവാങ്ങാനായിട്ട് നമ്മൾ കുട്ടികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓലാണ് താക്കോല് ഏറ്റുവാങ്ങുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരം കുറച്ച് വൈകിയിരിക്കുന്നത്. എങ്ങോട്ടാ പോണേ? ലൈസൻസ് ഉണ്ടോ? ക്യാമറയാണ്. ലൈസൻസ് ഉണ്ടോ? വണ്ടീൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ടി ഡെലിവറിയായി. ഇതാണ് സുപ്ര സുസുക്കിൻ്റെ പുതിയ ഷോറൂം കേട്ടോ. ഇതിൻ്റെ പണി നടക്കുന്നതിലാണ് അവിടെ ഒരു ഷെഡ് കെട്ടിയാണ് ഇപ്പോൾ സെയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വണ്ടികളൊക്കെ ഓല് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ.